from the Sun, although it is slightly smaller and cooler. The inner planet, Kepler-69b, is 2.2 times the size of Earth and orbits every 13 days. It is much hotter and closer to its star than the planet Mercury is to the Sun. The outer planet, Kepler-69c, is about 70% larger than Earth and orbits every 242 days. It is the smallest planet found in the habitable zone of a Sun-like star. Managed by the Kepler Space Telescope potentially habitable planets. While scientists do not know if life could exist on the newfound habitable zone planets, their discovery signals another step closer to finding a true Sun-Earth twin. നാസയുടെ വെബ്സൈറ്റിലുണ്ട്, അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതിൻ്റെ അകത്തൊരു ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ പ്ലാനറ്റ് ഏകദേശം 1200 ലൈറ്റ് ഇയർ അകലെയാണ്. ലൈറ്റ് ഇയറിന്റെ കാൽക്കുലേഷൻ ഞാൻ ബോർഡിൽ ചെയ്യാം. ഒരു ലൈറ്റ് ഇയർ എന്ന് പറയുമ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം 3 × 10⁻⁸ ആണ്, ഇൻറ്റു 365 ഇൻറ്റു 24 ഇൻറ്റു 60 ഇൻറ്റു 6. That time, the speed. So if you multiply, you will get 9.46 into 10⁻15 meter. ഒരു വർഷം ലൈറ്റ് സഞ്ചരിക്കുന്ന ദൂരം അതാണ് ഈ എഴുതി. ഭൂമിയും സൺ എർത്ത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലൈറ്റ് ഇയറിലല്ല പറയുന്നത്. It is set in astronomical units. Sun Earth distance is set in astronomical units. അത് അതിന്റെ അളവ് അത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അതും പ്രകാശവേഗം എടുക്കുക, സ്പീഡ് ഇൻറ്റു ഭൂമിയിൽ പ്രകാശം എത്താൻ എടുക്കുന്ന സമയം 8 മിനിറ്റ് 19 സെക്കൻഡാണ്. കൃത്യമായിട്ട് പറയും 8 മിനിറ്റ് 19 സെക്കൻഡ്. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1.49 ഇൻറ്റു 10⁻11 മീറ്റർ. ഇത് നമ്മളൊരു കമ്പാരിസൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചത്. അപ്പം ഈ ടേബിളില് സെന്ററിൽ ഇരിക്കുന്ന ഈ താഴെ സൂര്യനാണെങ്കിൽ ആ സൂര്യന്റെ ചുറ്റും കടന്ന് കറങ്ങുന്ന ഭൂമിയെ സങ്കല്പിക്കേണ്ടത് ഒരു ഈച്ച കടന്ന് കറങ്ങുന്നതിന് പോലെ സങ്കല്പിക്കും. അങ്ങനെ സങ്കല്പിക്കുകയാണെങ്കിൽ കെപ്ലർ എന്ന് പറയുന്ന നക്ഷത്രം, കെപ്ലർ 62 എന്ന് പറയുന്ന പ്ലാനറ്റ് ഇരിക്കുന്നത് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. 1200 ലൈറ്റ് ഇയർ അകലെയാണ്. 1200 ലൈറ്റ് ഇയർ എന്ന് പറയുമ്പോൾ ആ ദൂരം ഡൽഹിയില് ഇതുപോലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്സ് ഉണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്സിന്റെ ഓഡിറ്റോറിയത്തില് സെൻട്രലില് ഇതുപോലെ ഒരു താഴിരിപ്പുണ്ടെങ്കിൽ ആ താഴ് ഈ താഴ് തമ്മിലുള്ള അകലമാണ് സങ്കല്പിക്കുന്നത്. അപ്പൊ ഭൂമി എവിടെയാണെന്ന് ഓർക്കേണ്ടത്, ഭൂമി ഈ താഴ് തൊട്ട് ചെറുതായിട്ട് കിടന്ന് കറങ്ങുന്ന ഒരു ചെറിയ ഈച്ചയെ പോലെ സങ്കല്പിച്ചാലാണ് കെപ്ലർ 62 എന്ന് പറയുന്നതിന്റെ അകലം മനസ്സിലാക്കുക. അപ്പൊ ഇതിനൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ കെപ്ലർ 62 എങ്ങനെയെങ്കിലും എത്തണമെങ്കിൽ 62b എന്ന് പറയുന്ന പ്ലാനറ്റ് എത്തണമെങ്കിൽ ഏകദേശം 1200 വർഷം വേണം. അപ്പൊ ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം മനുഷ്യന്റെ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുമ്പോൾ 60, 50, 70 ആ റേഞ്ചിലാണ് ആവറേജ് ആയിട്ട് പറയുന്നത്. അപ്പൊ ഈ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പോയി വരാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അങ്ങനെ താല്പര്യമുള്ള ആൾക്കാർക്ക് ഞാനൊരു പുസ്തകം മേടിക്കാം. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ലൈബ്രറിയിലുള്ള പുസ്തകമാണ്, നിങ്ങൾക്കത് വായിക്കാവുന്നതാണ്. അറ്റ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകം. ഇത് ആൽബർട്ട് ഐൻസ്റ്റീന്റെ തിയറിയാണ്. നിങ്ങൾക്ക് പ്രകാശ വേഗത അടുത്തുള്ള വേഗത്തിൽ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റിയാൽ ദൂരം കുറയുമെന്നുള്ളതാണ്. ഈ ദൂരം തീർച്ചയായിട്ടും പ്രകാശ വേഗത അടുത്തുള്ള വേഗത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ദൂരം കുറയും. വായിക്കുക ഈ പുസ്തകം. ഞാൻ ചെറിയൊരു വീഡിയോ കാണിക്കാം, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല.
ഇത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ലൈബ്രറിയിലുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. In a nutshell, Einstein says the bigger the mass, the bigger the bending of space and time. If you can concentrate enormous amounts of energy at a single point, comparable to that of a black hole or a huge gigantic star, you are literally warping the fabric of space and time. You simply hop across to the nearby stars. So in other words, you did not really go to the stars. The stars came to you because you are compressing the space in front of you. Compressing space in front of you. അങ്ങനെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അറിയണമെങ്കിൽ ഒത്തിരി വായന ആവശ്യമുണ്ട്. അത് ഈ ഒരു ക്ലാസ്സിനുള്ളിൽ പറയാൻ പറ്റിയ കാര്യമല്ല. തീർച്ചയായിട്ടും വെങ്കിട്ടരാമന്റെ പുസ്തകമാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ സയന്റിസ്റ്റ് ആയിരുന്ന വെങ്കിട്ടരാമന്റെ പുസ്തകമാണ്. ഇതിൻ്റെ അകത്ത് അതുകൊണ്ട് താല്പര്യമുള്ളവർ എടുത്ത് വായിക്കുക. അപ്പൊ ഈ ഒരു മെക്കാനിക്സിലായിരിക്കും തീർച്ചയായിട്ടും നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവിടെ എത്താനുള്ള സാധ്യത വിദൂരത്തല്ല. അങ്ങനെയുള്ള പേടകളെ കുറിച്ച് ആലോചിച്ച് തുടങ്ങിയിരിക്കുന്നു. ഇത് കെപ്ലർ എന്ന് പറയുന്ന ടെലസ്കോപ്പാണ്. അപ്പൊ കെപ്ലർ എന്ന് പറയുന്ന ടെലസ്കോപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ ദൂരെയുള്ള ഈ പ്ലാനറ്റുകളെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ പ്ലാനറ്റുകളെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യം. ഇപ്പൊ സൂര്യന്റെ വലിപ്പം എത്രയാണ്? അത് സൂര്യനിൽ പോയിട്ടല്ല ആരെയും കണ്ടുപിടിക്കുന്നത്. സൂര്യന്റെ റേഡിയസ് എത്രയാണ്? സൂര്യന്റെ റേഡിയസ് ഞാൻ എഴുതി തരാം. ഇതാണ് സൂര്യന്റെ റേഡിയസ് എന്ന് പറയുന്നത്. 695,800 കിലോമീറ്റേഴ്സ്. ഭൂമിയുടെ റേഡിയസ് എന്ന് പറയുന്നത് 6,400 കിലോമീറ്റർ. ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് ഒരിക്കലും ആരും സഞ്ചരിച്ചിട്ടല്ല കണ്ടുപിടിക്കും. ടെലസ്കോപ്പ് ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കും. ടെലസ്കോപ്പിൽ പാരലാക്സ് എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്. അത് നമ്മൾ +2 ഫിസിക്സ് എക്സ്പെരിമെന്റ് ആയിട്ട് ചെയ്യുന്നതാണ്. പാരലാക്സ് മെത്തേഡിലൂടെ ഒരു ദൂരെയുള്ള വൃക്ഷത്തിന്റെ അകലം എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ പാരലാക്സ് മെത്തേഡ് എന്താണെന്ന് നോക്കുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. അപ്പൊ അതിലൂടെയൊക്കെയാണ് സത്യത്തിൽ നമ്മൾ ഭൂമിയിലെ ഉള്ള വസ്തുക്കളെ കുറിച്ചും പുറത്തുള്ള നക്ഷത്രങ്ങളെ കുറിച്ചും ഒക്കെ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതുപോലെ ടെലസ്കോപ്പ്, ഈ കെപ്ലർ ടെലസ്കോപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ പ്ലാനറ്റിനെ കണ്ടുപിടിച്ചത്. ആ പ്ലാനറ്റിനെ കണ്ടുപിടിക്കുന്ന രീതി പ്ലാനറ്റ് ട്രാൻസിറ്ററി മെത്തേഡ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നക്ഷത്രത്തിന്റെ മുമ്പിൽ കൂടി ഒരു പ്ലാനറ്റ് സഞ്ചരിക്കുകയാണെങ്കിൽ ആ പ്ലാനറ്റ് ആ നക്ഷത്രത്തിന്റെ പ്രകാശം കുറച്ച് കട്ട് ചെയ്യും. ആ കട്ട് ചെയ്യുന്ന തോത് അനുസരിച്ചിട്ടാണ് പ്ലാനറ്റിന്റെ വലിപ്പവും ആ പ്ലാനറ്റ് എത്ര നേരം കൊണ്ടാണ് കറങ്ങി വരുന്നതെന്നൊക്കെ കണ്ടുപിടിക്കും. അപ്പൊ ഇതിനെ പ്ലാനറ്ററി ട്രാൻസിറ്റ് മെത്തേഡ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിന്റെ നക്ഷത്രത്തിന്റെ ദൂരവും ആ നക്ഷത്രം എത്ര വേഗത്തിലാണ് കിടന്ന് കറങ്ങുന്നതെന്നൊക്കെ കണ്ടുപിടിക്കാൻ. അതുപോലെ തന്നെ യൂറോപ്യൻ സ്പേസ് ഏജൻസിക്കുള്ള ഒരു സാറ്റലൈറ്റിന്റെ ഒരു ടെലസ്കോപ്പിന്റെ പേരാണ് കാരറ്റ്. കാരറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവെൻഷൻ, റൊട്ടേഷൻ ആൻഡ് പ്ലാനറ്ററി ട്രാൻസിറ്റ് എന്ന് പറയും. നാസയുടെ പേടകമാണ് കെപ്ലർ. കാരറ്റ് എന്ന് പറയുന്നത് ESA, യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പേടകം. ഇവർ രണ്ടുപേരും കൂടി ചേർന്നാണ് ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ ചേർക്കുന്നത്. ഇനി പ്രധാനമായി നോക്കുന്നത് അനേകം നക്ഷത്രങ്ങൾ, ആ നക്ഷത്രങ്ങളിൽ ജീവൻ നിലനിൽക്കാൻ സാധ്യതയുള്ള പ്ലാനറ്റുകളെ കുറിച്ചാണ് കെപ്ലർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ആ ജീവൻ നിലനിർത്താനുള്ള വെള്ളത്തിന്റെ പ്രത്യേകത എന്താണെന്നാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഫ്യൂച്ചർ ആസ്ട്രോണമേഴ്സ് can harvest water so that it can be used as rocket fuel. It can be used for breathing. It can be used for shielding and also drinking. ഈ 4 പർപ്പസ് ആണ് സത്യത്തിൽ വെള്ളത്തെ അന്വേഷിച്ചുള്ള നമ്മുടെ സഞ്ചാരത്തിന്റെ കാരണം. അപ്പൊ ഞാൻ ആസ്ട്രോണമിയൊക്കെ താല്പര്യമുള്ളവർക്ക് അറിയാം, ആസ്ട്രോണമി പഠിക്കുന്ന ആൾക്കാരെ ഒരിക്കലും പൈസയുടെ പുറകെ അല്ല പോകുന്നത്. അവരെല്ലാവരും വെള്ളമുണ്ടോ എന്ന് അന്വേഷിച്ചാണ് പോകുന്നത്. അതിന്റെ കാരണമാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. കാരണം നമ്മൾ ഇതിന് 4 പ്രധാന അടുത്തിടെ തന്നെ നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകും. നമ്മളല്ല, നമ്മളൊരു മനുഷ്യരെന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ചിന്തിരിക്കുകയാണെങ്കിൽ നമ്മളെന്ന് പറയാം. നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്ന അടുത്ത ഒരു സാറ്റലൈറ്റിന്റെ പേരാണ് ടെറസ്ട്രിയൽ പ്ലാനറ്റ് ഫൈൻഡർ. ടെറസ്ട്രിയൽ പ്ലാനറ്റ് ഫൈൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്
ഇപ്പോൾ കാണുന്നതിൽ നിന്ന് ഇനിയും അകലെ കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേകതയുള്ള ടെലസ്കോപ്പാണ്. ഈ പ്ലാനറ്റിന്റെ ഈ സാറ്റലൈറ്റിന്റെ പേടകത്തിന്റെ പേരാണ് ടെറസ്ട്രിയൽ പ്ലാനറ്റ് ഫൈൻഡർ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പയെ കുറിച്ച് വളരെ വിശദമായി പഠിക്കാൻ പറ്റും. യൂറോപ്പ എന്താണെന്ന് പറയാം. യൂറോപ്പ എന്ന് പറയുന്നത് ജൂപ്പിറ്ററിന്റെ അനേകം സാറ്റലൈറ്റിൽ ഒന്നാണ്. ഈ ജൂപ്പിറ്ററിലെ ഈ യൂറോപ്പയിൽ ഒരു പ്രത്യേകതയുണ്ട്. മഞ്ഞ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്, ഐസ് അവർ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ് ആണ്, വെള്ളം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ് ആണ് യൂറോപ്പ. യൂറോപ്പ് ഇപ്പോഴൊന്നും കണ്ടുപിടിച്ചതല്ല. 1610 ഗലീലിയോയാണ് യൂറോപ്പയെ ഡിസ്കവർ ചെയ്യുന്നത്. ഗലീലിയോ എല്ലാവർക്കും അറിയാം. ഗലീലിയോ ഫാദർ ഓഫ് മോഡേൺ ഫിസിക്സ് ആണ്, ഫാദർ ഓഫ് മോഡേൺ ആസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻ ആണ്, ഫാദർ ഓഫ് സയൻസ് ആണ്. ഒരു PSC ടെസ്റ്റിന് വേണേ ചോദിക്കാവുന്നതാണ്. കാരണം സ്റ്റീഫൻ ഹോക്കിങ്സ് പറയുന്നത് ഗലീലിയോ perhaps more than any other single person was responsible for the birth of modern science. അതാണ് അതിന്റെ കാരണം. അതുകൊണ്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള